ഇവിടെ മഴ ചാറുന്നുണ്ട്. പൊതുവേ വേനലിന്റെ ഒരു ടൈമാണിപ്പോ. എന്നാലും രാവിലെ തൊട്ട് കഴിഞ്ഞ 2, 3 ദിവസമായിട്ട് മഴ പെയ്യുന്നുണ്ട്. അപ്പൊ ദേ ഇതാണ് വീട്. ഇപ്പോ എൻ്റെ വീടെന്ന് പറയാനായിട്ട് ഞാൻ റെന്റ് എടുത്ത് താമസിക്കുന്നതാണ്. അല്ലാണ്ട് സ്വന്തം വീടല്ല. ദേ ഇങ്ങനെ കയറി അകത്തോട്ട് പോവാ. ഇതാണ് എൻട്രൻസ്. നമുക്ക് അതിൻ്റെ കീ ഉണ്ട്. കീ വെച്ചിട്ട് ജസ്റ്റ് ഡോർ തുറന്ന് അകത്ത് കയറി കഴിഞ്ഞാൽ ആദ്യം കാണുന്നത് ഈ വീട്ടിലെ കിച്ചണാണ്. ഇതാണ് എൻ്റെ മനോഹരമായ കിച്ചൺ. പൊതുവേ ഞാൻ മാത്രം ഇവിടെ കുക്ക് ചെയ്യാറ്. അപ്പോൾ അതാദ്യമേ ഞാൻ പറയാം. ഈ വീട്ടിൽ ഏകദേശം ഒരു 6 പേരാണ് താമസിക്കുന്നത്. 6 പേർക്ക് വേണ്ടിയിട്ട് 2 ബാത്റൂം, ഒരു കിച്ചൺ. അതുപോലെ തന്നെ നമുക്ക് 2 ഫ്രിഡ്ജ് ഉണ്ട്. അപ്പം ഞാൻ പൊതുവെ ഉപയോഗിക്കുന്നത് ഈ ഫ്രിഡ്ജാണ്. ഈ കാണുന്നതാണ് എൻ്റെ ഫ്രിഡ്ജ്. സോറി, ഓരോരുത്തർക്കും ഓരോ സെക്ഷനാണ്. ഈ കാണുന്നതാണ് എൻ്റെ സെക്ഷൻ. ഒരു ഫ്രീസർ വരുന്നുണ്ട്. അതുപോലെ തന്നെ അപ്പുറത്ത് നമുക്ക് റെഫ്രിജറേറ്ററും വരുന്നുണ്ട്. അതിനുശേഷം ഇതാണ് കിച്ചൺ. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ഇപ്പോൾ ഈ കാണുന്ന പാത്രങ്ങളൊക്കെ എനിക്കുള്ളതാണ്. അപ്പോൾ ഓരോരുത്തരത് ഓരോ രീതിയിൽ അവർ വെച്ചിട്ടുണ്ടായിരിക്കും. പിന്നെ ഇവിടെ ഈ വീട്ടിൽ ഗ്യാസ് സ്റ്റവ് ആണ് വരുന്നത്. പൊതുവേ ഇവിടെ എല്ലാ വീട്ടിലും നമുക്ക് ഇൻഡക്ഷൻ സ്റ്റൗകളാണ് കാണാൻ പറ്റുക. പക്ഷേ ഇവിടെ ഗ്യാസ് സ്റ്റവ് ആണ്. പിന്നെ വരുമ്പോൾ ഇതാണ് വാഷ്റൂം. ഈ കയറുമ്പോൾ ഇവിടെ വേറൊരു പുള്ളി താമസിക്കുന്നത്. ഇത് വാഷ്റൂം നമുക്കുള്ള. അവിടെ ഇത് ഡ്രൈ ഏരിയ, അവിടെ വെറ്റ് ഏരിയ എന്നുള്ള രീതിയിൽ വരുന്ന 2 സെക്ഷനായിട്ട് തിരിച്ചിട്ടുള്ള രീതിയിൽ വരും. അതിനുശേഷം കയറി കഴിയുമ്പോൾ ഇതാണ് എൻ്റെ മുറി. ഈ കാണുന്നതാണ് എൻ്റെ മുറി. ഓക്കെ. അതുപോലെ തന്നെ ഇവിടെ 6 മുറികളാണ്. 6ഉം ബോയ്സ് തന്നെയാണ് താമസിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇത് നോക്കി നടത്താനായിട്ട് ഇതാണ് 2ാമത്തെ ബാത്റൂം. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ 6 പേർക്ക് 2 ബാത്റൂം എന്നുള്ള രീതിയിൽ വരുന്നുണ്ട്, ഒരു കിച്ചണും. പിന്നെ ഇതൊരു റൂം ബാക്കിലായിട്ടുള്ള ഒരു സെപ്പറേറ്റ് ഏരിയ ആണ്. നമുക്ക് വേറെ എന്തെങ്കിലും കിച്ചൺ ഒരു ചെറിയ സെറ്റപ്പിൽ ഇവിടെ ഉണ്ട്. വേണമെങ്കിൽ നമുക്ക് കുക്ക് ചെയ്യാം. പക്ഷേ ഇപ്പോൾ കുക്ക് ചെയ്യുന്നതെല്ലാം അവിടെ തന്നെയാണ്. പിന്നെ നമുക്ക് പുറകെ വരുന്ന ബാക്ക് യാർഡ്. ഇപ്പം മഴ ചാറിക്കൊണ്ടിരിക്കുക. എനിക്കറിയില്ല കാണാവുന്ന മഴ. പക്ഷെ ചെറുതായിട്ടിങ്ങനെ ഡ്രിസ്ലിംഗ് ഉണ്ട്. അറിയില്ല ഇനിയിപ്പം എന്തായാലും വാർണിംഗ് ഉണ്ട് മഴ പെയ്യുമെന്ന്. അപ്പോൾ ഇതാണ് നമുക്ക് വരുന്ന വാഷിംഗ് ഏരിയ. പൊതുവെ ഇവിടെ തുണി വാഷ് ചെയ്യുന്നു. അതിനുശേഷം നമുക്കവിടെ ഇടുന്നു. ഇവിടെ എന്ന് പറയുമ്പോൾ പൊതുവേ ഇതുണ്ടായിരിക്കും, എന്താ, ഡിഷ് വാഷർ ഉണ്ടായിരിക്കും. പക്ഷേ ഈ വീട്ടിൽ ഡിഷ് വാഷർ ഇല്ല. വേറെ വീടുകളിൽ ഡിഷ് വാഷർ ഉള്ള വീടുകളുണ്ട്. അപ്പോൾ ഈ വീട്ടിൽ ഡിഷ് വാഷർ ഇല്ല. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ വാടകയ്ക്ക് താമസിക്കുമ്പോൾ ഇവിടെ നമുക്ക് എന്തെങ്കിലും കൃഷിയൊക്കെ നടത്താനായിട്ട് വേണമെങ്കിൽ ഒത്തിരി സ്ഥലങ്ങളൊക്കെ ഉണ്ട് നമുക്ക്. പക്ഷേ വേണമെങ്കിൽ നടത്താം. പക്ഷേ ഇതൊരു ഓണറിൻ്റെയോട് ഞാൻ അങ്ങനെ ചോദിച്ചപ്പം ഒരു പോസിറ്റീവ് എന്നുള്ള രീതിയിൽ കേട്ടിട്ടില്ല. കാരണം നമ്മൾ കൃഷി ചെയ്യുന്ന കാര്യത്തിൽ നമുക്ക് നടാനായിട്ട് എന്തോ കറിവേപ്പിലയോ അല്ലെങ്കിൽ എന്തെങ്കിലും പച്ചമുളകോ എന്തെങ്കിലുമൊക്കെ നട്ടു വയ്ക്കാനായിട്ടുള്ളൂ. പക്ഷേ അതൊക്കെ സമ്മതിക്കുമെന്ന് എനിക്കറിയില്ല ഇവിടെ. പിന്നെ ഇവിടെ ചെമ്പരത്തി ഉണ്ടോ? നമ്മുടെ നാട്ടിൽ നല്ല ചെമ്പരത്തി. പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ കറിവേപ്പില ഒരു മരമുണ്ട്. അപ്പോൾ ഇവിടുന്ന് കറിവേപ്പില വാങ്ങിക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്. അല്ലാതെ എവിടെയെങ്കിലും കിട്ടുവാണെങ്കിൽ നമുക്കിതുപോലെ പോയി എടുക്കാം. പിന്നെ ഈ വീട്ടിലെന്ന് പറഞ്ഞാൽ ഒരു പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ഇപ്പോൾ എനിക്ക് വരുന്ന റെൻ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പൊതുവേ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടായിരിക്കും ഓസ്ട്രേലിയയിൽ. ഇതിപ്പോൾ ഞാനുള്ളത് ബ്രിസ്ബെയിനിലാണ്. അപ്പോൾ ഓസ്ട്രേലിയയിൽ പൊതുവേ റെൻ്റ് കൂടുതലാണെന്ന് എല്ലാവർക്കും അറിയായിരിക്കും. അതുപോലെ തന്നെ റെൻ്റൽ ക്രൈസിസ് ഉള്ളതുകൊണ്ട് വീട് കിട്ടാൻ ബുദ്ധിമുട്ടാണെന്ന് കേട്ടിട്ടുണ്ട്. പക്ഷേ എനിക്കറിയില്ല, ഞാനങ്ങനെ ഫേസ് ചെയ്തില്ല. കാരണം ഞാൻ വന്ന് തൊട്ടടുത്ത ദിവസം എനിക്ക് വീട് കിട്ടി. അപ്പോൾ റെൻ്റൽ ക്രൈസിസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. പക്ഷേ വീട് നമുക്ക് ഒഴിവുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും ഉണ്ട്. അപ്പോൾ തേടിക്കഴിഞ്ഞാൽ കിട്ടും. ആ ഒരു അവസ്ഥയിലാണ്. അപ്പോൾ ഞാൻ കൊടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെൻ്റ് വീക്കിലി ഇവിടെ നമ്മൾ റെൻ്റ് അടയ്ക്കേണ്ടത്. അപ്പോൾ വീക്കിലി റെൻ്റ് എന്ന് പറയുമ്പോൾ $225 എന്ന് പറയുമ്പോൾ എങ്ങനെയും നാട്ടിലെ 10,000-15,000 രൂപ അതിനുള്ളിൽ നമുക്ക് വീക്കിലി കൊടുക്കേണ്ടി വരും. അതാണ് നമുക്ക് വീക്കിലി റെൻ്റ് വരുന്നത്. ഇപ്പം ഞാൻ കാണിച്ചല്ലോ. അപ്പം ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവെ PhD സ്കോളേഴ്സും അതുപോലെ തന്നെ ഈ ജോലി ചെയ്യുന്നവരാണ് സ്റ്റേ ചെയ്യുന്നത്. അപ്പോൾ ഒരു റൂമിൽ ഒരാളെന്ന രീതിയിലാണ്. ഇപ്പോൾ ചില സ്ഥലത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സെയിം റെൻറ്റിന് ഒരു റൂമിൽ 2 പേരായിട്ട് വരും. അപ്പോൾ നമ്മൾ ഈ മാസ്റ്റേഴ്സ് പഠിക്കുന്ന സ്റ്റുഡൻസിനൊക്കെ അതൊരു അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റും ആ റെൻറ്റ്. അപ്പോൾ റെൻറ്റിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു, 225 വെച്ചിട്ട് ഒരു റൂമിന് വരും.
പിന്നെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എക്സ്ട്രാ ചാർജ്, അതായത് നമ്മൾ ചില വീട് നമ്മൾ എടുക്കുമ്പോൾ അവിടെ നമ്മൾ എക്സ്ട്രാ ചാർജ് ചെയ്യണം. അവിടെ നമുക്ക് വാഷിംഗ് മെഷീൻ ഉണ്ടായിരിക്കും, പക്ഷേ നമ്മൾ അതിന് പൈസ കൊടുത്താൽ മാത്രമേ നമുക്കത് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. പക്ഷേ ഇവിടെ വാഷിംഗ് മെഷീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഉപയോഗിക്കാം, ആ ഒരു രീതിയിലാണ്. പ്രത്യേകിച്ച് നമ്മൾ അതിന് വേണ്ടി പൈസ കൊടുക്കണ്ട. പിന്നെ ആ വാഷിംഗ് മെഷീൻ ഉണ്ട്, പക്ഷേ ഇതില്ല. ഡിഷ് വാഷർ പൊതുവെ എല്ലായിടത്തും ഉണ്ട്, ഡിഷ് വാഷർ ഇല്ല. അത് പ്രശ്നമല്ല. പക്ഷേ പിന്നെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വേനലെന്ന് പറഞ്ഞാൽ നല്ല ചൂട് വരും. അപ്പം നാട്ടിലെ ടെമ്പറേച്ചർ വെച്ച് നോക്കുമ്പോൾ അത്രയൊക്കെ ഉള്ളൂ, അല്ലാണ്ട് വലിയ ചൂടായിട്ടൊന്നുമില്ല. അപ്പം നമ്മളിവിടെ എപ്പോഴും ഈ എ സിക്കകത്തിരുന്ന്, ഇപ്പോൾ കോളേജിൻ്റെ അകത്താണെങ്കിലും യൂണിയിൽ എവിടെയാണെങ്കിലും ഈ എ സിക്കകത്തിരുന്ന് ശീലിച്ചിട്ട് പിന്നെ വരുമ്പോൾ ഈ ചൂട് കൊള്ളുമ്പോൾ നന്നായിട്ട് ചൂടായിട്ട് തോന്നും. അപ്പോൾ ആ ഒരു ഇത് വെച്ച് നോക്കുമ്പോൾ ഇപ്പം ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് എ സി ഇല്ല. എ സി ഇല്ലാതെയാണ് ഇൻക്ലൂഡിങ് ബിൽസ് എല്ലാം കൂടെ ചേർത്ത് $225 ഞാൻ കൊടുക്കുന്നത്. ചിലവർ നമുക്ക് എ സി ഉൾപ്പെടെ $200 പെർ വീക്കിനൊക്കെ കിട്ടും. അപ്പോൾ അതൊക്കെ നല്ലതാണ്. അപ്പോൾ ഇതാണ് ഈ വീടിനെ പറ്റി ഞാൻ പറയാനുള്ളത്. പിന്നെ വീട് ടൂറായിട്ട് കാണിക്കാനായിട്ട് ഞാൻ മേടിച്ചൊരു വീടൊന്നും അല്ല. ഞാൻ റെൻ്റ് എടുത്ത് താമസിക്കുന്നത്. ഞാനിവിടെ PhD ചെയ്യുക, സ്റ്റുഡൻ്റായിട്ട് ഇരിക്കാം. അപ്പോൾ എനിക്ക് വളരെ കംഫർട്ടബിളാണ്. ഡ്രസ്സ് വാഷ് ചെയ്യാനായിട്ടും ആണെങ്കിൽ, ഒരു വാഷ്റൂം ആണെങ്കിൽ ഇപ്പോൾ വലിയ തിരക്കോ പ്രശ്നങ്ങളൊന്നുമില്ല. മീൻസ് 6 പേരേ ഉള്ളൂ, അവർക്ക് 2 വാഷ്റൂം ഉണ്ട്, അതുകൊണ്ട് വലിയ പ്രശ്നങ്ങളില്ല. പിന്നെ ഇത് നോക്കി നടത്താൻ ഈ 6 പേരിൽ ഒരാളെന്ന് പറഞ്ഞൊരു മാനേജറായിട്ട്. അപ്പോൾ പുള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി ഒരു ഇവിടെ വർക്ക് ചെയ്യുന്ന ആളാണ്, പക്ഷേ പുള്ളിക്ക് ഇവിടുത്തെ ഈ എന്താ ഒരു ജോലി പോലെയായിരുന്നു. ഈ വീട് നോക്കി നടത്തുക, അല്ലെങ്കിൽ പുതിയതായിട്ട് ആരെങ്കിലും വരുവാണെങ്കിൽ മീൻസ് അവരെ പോയി എന്താ ഹെൽപ്പ് ചെയ്യുക, ഇതൊക്കെയാണെന്ന് പറഞ്ഞ് വീട്ടിൽ കാണിച്ചു കൊടുക്കുക, സംസാരിക്കുക, ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണമെന്ന് പറയുക. ആ ഒരു ഇതാ പുള്ളിയുടെ സെറ്റപ്പ്. അപ്പോൾ പുള്ളിക്ക് റെൻ്റൊന്നും കൊടുക്കണ്ട, പുള്ളി ഇവിടുത്തെ കാര്യങ്ങൾ നോക്കണം. അപ്പോൾ പുള്ളിയുടെ ജോലി ഇപ്പോൾ ചെടി ഒരുപാട് ഇത് വളരുമ്പോൾ അത് വെട്ടിയിടണം, മീൻസ് എന്താ മൂവ് ചെയ്യണം. ഗാർഡൻ മൂവിങ് എന്ന് പറയുന്ന പരിപാടി. അപ്പോൾ ഈ ഒരുപാട് കാടായിട്ട് വളരുമ്പോഴേ ഇതൊക്കെ ഇങ്ങനെ വെട്ടി ശരിയാക്കിയിടണം. അപ്പോൾ അതൊക്കെയാണ് പുള്ളിയുടെ ജോലി. ആൾ ഇവിടെ മാനേജർ എന്നുള്ള രീതിയിൽ, ബാക്കി 5 പേര് പുറത്ത്, മീൻസ് റെൻ്റ് കൊടുത്ത് താമസിക്കുന്നത്. പിന്നെ അതിൽ തന്നെ നമുക്കിവിടെ എ സി വെക്കാം. നമുക്ക് എ സി പോർട്ടബിൾ എ സി വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ പോർട്ടബിൾ എ സി വാങ്ങിച്ച് വെക്കുകയാണെങ്കിൽ നമ്മൾ ഒരു $24 കൂടെ എക്സ്ട്രാ കൊടുക്കണം. അതായത് കറണ്ട് ബില്ല് എന്നുള്ളത് നമ്മൾ എക്സ്ട്രാ $24 കൊടുക്കണം. അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു 250 വെച്ചിട്ട് വരും. ഇവിടെ താമസിക്കുന്ന ഒരു പയ്യൻ, ആ പുള്ളിക്കാരൻ $25 കൊടുത്തിട്ട് എക്സ്ട്രാ ഒരു എ സി മേടിച്ചിട്ട്, ഒരു പോർട്ടബിൾ എ സി മേടിച്ചിട്ടാണ് നിൽക്കുന്നത്. സോ അതാണ് ഓസ്ട്രേലിയയിലുള്ള ലൈഫ്. ഇതാണ് ഇവിടെ പൊതുവേ എങ്ങനെ ആയിരിക്കും നമുക്ക് ഈ ഒരു റേഞ്ചിലൊക്കെ വീട് കിട്ടുക. പിന്നെ ഞാനിപ്പോൾ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരുവിധം ഒരു അർബൻ സ്ഥലത്ത് തന്നെയാണ്, ഉള്ളിലോട്ടല്ല. മീൻസ് കുറച്ചുകൂടെ യൂണിവേഴ്സിറ്റിയുടെ വളരെ അടുത്തായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ആ ഒരു കംഫർട്ടബിളും ഉണ്ട്. കുറച്ചുകൂടെ മാറി ദൂരെ നോക്കുകയാണെങ്കിൽ നമുക്ക് റെൻറ്റ് കുറഞ്ഞ് കുറച്ചുകൂടെ ബെനിഫിറ്റോട് കൂടി കിട്ടുമായിരിക്കും. പക്ഷെ ഞാൻ വന്നപ്പോൾ ആദ്യം എടുത്തതാണ്, അതുകൊണ്ട് ഇപ്പം ഞാൻ എടുത്ത സമയത്ത് 2 വീക്സ് റെൻറ്റ്, അതായത് $500 ഞാൻ ഇതായിട്ട് കൊടുക്കേണ്ടി വന്നു, ബോണ്ടായിട്ട് കൊടുക്കേണ്ടി വന്നു. ബാക്കി 225 വെച്ചിട്ട് ഞാൻ പെർ വീക്ക് അടയ്ക്കുന്നു. ഇപ്പോൾ ഏകദേശം ഒരു 6 മാസമായി. ഇല്ലല്ല, സോറി 6 അല്ല, 4 മാസം, 4 മാസമായി. അപ്പോൾ ഞാൻ ഇതുവരെ വന്നിട്ട് എപ്പോഴും ഞാൻ വീഡിയോ എടുക്കണമെന്ന് വിചാരിക്കും, ഈ ഓസ്ട്രേലിയ വന്നിട്ട് ഇതിനെ പറ്റിയിട്ടൊക്കെ അറിയാനായിട്ട് ആഗ്രഹമുള്ളവർ, അല്ലെങ്കിൽ വരാനായിട്ട് ആഗ്രഹമുള്ളവർക്ക് വേണ്ടിയിട്ട് വീഡിയോ എടുക്കണം, അതിന് വേണ്ടി ഇടണം എന്നൊക്കെ വിചാരിക്കും. പക്ഷേ ഇടാത്തതിന് കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വന്നിട്ട് എനിക്കൊന്നും അറിയാണ്ട് ഞാനിവിടെ വന്ന ആളാണ്. അപ്പോൾ വന്നിട്ട് എന്തെങ്കിലും അറിഞ്ഞതിന് ശേഷം അതിനെപ്പറ്റി വീഡിയോ എടുക്കാം, അല്ലെങ്കിൽ അറിയാണ്ട് കയറി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഞാൻ പൊതുവെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ യൂട്യൂബിൽ വീഡിയോ കാണാറാണ് പതിവ്. പക്ഷേ അതുപോലെ അവർക്ക് അറിയാമെന്നുണ്ടായിരിക്കുമല്ലോ അവർ പറയുന്നത്. അപ്പോൾ അറിഞ്ഞിട്ട് അതിനെപ്പറ്റി പറയാമെന്ന് വെച്ചിട്ടാണ് ഞാൻ ഇത്രയും നാൾ വെയിറ്റ് ചെയ്ത്. അപ്പം ഇനി എനിക്കറിയാവുന്ന കാര്യത്തിനെ പറ്റിയിട്ടും, അതുപോലെ തന്നെ ഇപ്പം ഞാൻ PhD ചെയ്യാണ്, ഞാൻ എങ്ങനെ PhDക്ക് കയറി, അതുപോലെ തന്നെ എനിക്ക് ഓസ്ട്രേലിയൻ വിസ എങ്ങനെ കിട്ടി, അതിനുശേഷം എനിക്കൊരു US വിസ കിട്ടി, അതിനെങ്ങനെ കിട്ടി, അപ്പോൾ അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ വരും വീഡിയോയിലായിട്ട് ഇടാം. അപ്പോൾ ബൈ.